ഏതു കാലഘട്ടത്തെയും സ്വാധീനിക്കുവാൻ കരുത്തുള്ളതാണ്, മാധുര്യമുള്ളതാണ് യേശുവിൻ്റെ വാക്കുകൾ. ഇന്നും ആ യേശുവിൻ്റെ ശബ്ദം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. തികഞ്ഞ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 45 മുതൽ വായിക്കാം. ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. ആമേൻ. അതിൻ്റെ 44-ാമത്തെ വാക്യം, അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു, എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചന ഭാഗം. ഞാൻ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല, എങ്കിലും ഇത് നിങ്ങളോടിന്ന് സംസാരിക്കാൻ കർത്താവിലൊരു നിയോഗമുണ്ട്. ആമേൻ. യേശുവിൻ്റെ പ്രസൻസ്, യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ ആ ഇടപെടലുകൾ ആ കാലഘട്ടത്തെ വളരെയധികം സ്വാധീനിച്ചു. ചിലവർ പ്രത്യേകമായ അരിശിതാവസ്ഥയിലൂടെ പോകുന്ന സന്ദർഭമാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ കിരാതമായ ഭരണം ഒരു സൈഡിൽ, അപ്പുറത്ത് യഹൂദ മത പുരോഹിതന്മാരുടെ മതത്തിൻ്റെ അടിച്ചമർത്തലുകൾ മറുസൈഡിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമെന്ന് പറഞ്ഞ് യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കി വരികയും യോർദാൻ നദിയിൽ ആ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമിട്ട് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയും എവിടെ പോയാലും ജനക്കൂട്ടം തന്നോടൊപ്പം കടന്നു വരികയും ചെയ്യുന്നത്. അവിടെയൊക്കെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു യേശുവിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് വരുന്നത്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാവുന്ന ഉപമകളായിരുന്നു കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കിയേ, ഇവിടെ ഇത് മനസ്സിലാക്കിയ മഹാപുരോഹിതന്മാർ, പരീശന്മാർ യേശുവിനെ പിടിക്കാനായിട്ട് ചേവകരെ അയക്കുകയാണ്. ആയുധം ധരിച്ചപ്പെട്ട ആളുകൾ ആമേൻ അവർ കടന്നു ചെല്ലുകയാണ്. എന്താണ് അവരുടെ ജോലി എന്ന് പറയുന്നത്? ആമേൻ, നാടുവാഴികൾ, അധികാരികൾ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരവിടെ കടന്നു ചെന്നിട്ട് യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവർ തിരിച്ചു വന്നിട്ട് ആമേൻ നാടുവാഴികളോട് പറയുക, മഹാപുരോഹിതന്മാരോട്, ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുക, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ ഇതുവരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. കണ്ടോ? പിടിക്കാൻ വന്ന ആ ചേവകളുടെ ഹൃദയങ്ങളെപ്പോലും സ്വാധീനിക്കത്തക്ക വിധത്തിൽ യേശുവിൻ്റെ വാക്കുകൾക്ക് രൂപാന്തരം വരുത്താൻ കഴിഞ്ഞെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലെ ചേതോവികാരം? അത് വേറൊന്നുമല്ല, അത് ആത്മാർത്ഥം നിറഞ്ഞതും, അത് ദൈവസാന്നിധ്യം നിറഞ്ഞതും, അത് അഭിഷേകം നിറഞ്ഞതുമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതേ പ്രിയരെ, ഇന്നും കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ് തൻ്റെ വചനങ്ങളിലൂടെ. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000 ജനലക്ഷങ്ങളാ ഓരോ ദിവസങ്ങളും സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ആ വക്താക്കളുടെ കയ്യിൽ വാളുകളില്ല, എന്നാൽ വചനം അവർക്ക് വാളായിട്ട് നിൽക്കും. കൊല്ലാൻ വരുന്നവനെ പോലും ക്രിസ്തുവിൻ്റെ സ്നേഹിതനാക്കി മാറ്റുന്ന ശക്തമേറിയ വചനം ഇന്നും നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് നിക്കോദോമസിനെ കാണാനായിട്ട് കഴിയും. അതിൻ്റെ 50-ാമത്തെ വാക്യം, അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദോമസ് അവരോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. നിയമം കൈകാര്യം ചെയ്യുന്നവർ നിയമത്തിന് വിപരീതമായിട്ടാണ് യേശു പോകുന്നതെന്ന് കണ്ട് എന്നും അവര് ഹല്ലേലൂയ അപവാദം പറഞ്ഞ് അവനെ കള്ളം പറഞ്ഞ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ അവരിലൊരുത്തനായി തന്നെയുള്ള നിക്കോദെമോസ്, ആ മനുഷ്യൻ പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മനുഷ്യന്റെ വാമൊഴി നമ്മൾ കേൾക്കും, അവൻ ആ പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നോന്ന് നോക്കും, എന്നിട്ടാണ് നമ്മൾ അവരെ പിടിക്കുന്നത്. നോക്കിയേ, ഇവന്റെ വാമൊഴി ചേവകരെ പോലും സ്വാധീനിച്ചു. വേദനാജനകമായതോ പ്രകോപനകരമായിട്ടുള്ളതോ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നതായിട്ടുള്ള ഒന്നുമില്ല. പിന്നെയോ ജനത്തെ ആകർഷിക്കുന്ന, ജനത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ശക്തമേറിയ വചനങ്ങളാണ് യേശുവിൻ്റെ വായിൽ നിന്ന് വന്നതെന്ന് പിടിക്കാൻ പോയ കൂട്ടത്തിനകത്തുള്ള ഒരു നിക്കോദെമസ് പറയണമെങ്കിൽ ആ കാലഘട്ടത്തെ എത്രമാത്രം സ്വാധീനിച്ചു. ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ശക്തിയുടെ വചനം വ്യാപരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടി ആ വചനം വ്യാപരിക്കും. പലരും പറഞ്ഞിട്ടുണ്ട്, ആ ദൈവദാസൻ പ്രസംഗിച്ച ആ വചനമാണ് എന്നെ ടച്ച് ചെയ്തത്, ആ യേശുവിനെ കുറിച്ച് പറഞ്ഞ പാകമാണ്
എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പരീക്ഷണാർത്ഥം ബൈബിൾ വായിച്ചവരൊക്കെ യേശുവിൻ്റെ വചനത്താൽ ആകൃഷ്ടരായി ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നും ആമേൻ അത് ജൈത്രയാത്ര തുടരുകയാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം ദശകത്തിൽ ജീവിക്കുന്ന നമുക്കും അതിൻ്റെ ഭാഗമാകാൻ ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പര്യവസാനിക്കാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ആഴമേറിയ ദൈവശക്തം, വ്യക്തമായ ദൈവിക ദൂതുകൾ ആത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി പറയുന്നു. പ്രത്യേകമായ ആമേൻ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ ഞങ്ങളുടെ വചനത്തിന് ഇന്നും ശക്തി ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. മാധുര്യം തുളുമ്പുന്ന വാക്കുകൾ, മകനെ മകളെ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഇമ്പമേറിയ ശബ്ദം ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ചലനാത്മകമായ പ്രവൃത്തികളെ കൊണ്ടുവരാൻ അങ്ങോട്ട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.